പ്രിയപ്പെട്ട സുഹൃത്തെ, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. വിജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ വിജയിക്കാറുള്ളൂ. കാരണം വിജയിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ സമയം കണ്ടെത്തി കൃത്യമായിട്ട് നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് വിജയിക്കാനാകും. നമ്മളുടെ പ്ലാനിങ്, നമ്മളുടെ ഫോക്കസ്, ഇതെല്ലാം വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ശ്രമിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഡിസംബർ 11 ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. എല്ലാ വർഷവും ഡിസംബർ 11 ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. പർവ്വതങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്: ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ പർച്ചേസ് Mi-17 V5 helicopter which crashed on 8th December 2021 with 14 people including CDS General Bipin Rawat. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെ 14 പേരുമായി 2021 ഡിസംബർ 8 തകർന്നു വീണ Mi-17 V5 ഹെലികോപ്റ്റർ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ വാങ്ങിയത്? ഇതിന്റെ ഉത്തരം റഷ്യ. Mi-17 V5 ഹെലികോപ്റ്റർ ഇത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. ഏതാണ്ട് 6000 മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കുന്ന Mi-17 ഹെലികോപ്റ്റർ Mi-17 Mi-8 ഫാമിലിയിലുള്ള ഒരു ഹെലികോപ്റ്ററാണ്. 36 സീറ്റ് അടങ്ങിയിട്ടുള്ള Mi-17 ഹെലികോപ്റ്റർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയും VVIPസിനെ കൊണ്ട് പറക്കുന്ന ഒരു ഹെലികോപ്റ്ററാണത്. അതുപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത്, ഇദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് ലക്ഷ്മൺ സിംഗ് റാവത്തിന്റെ മകനാണ്. ലഫ്റ്റനന്റ് ജനറൽ ലക്ഷ്മൺ സിംഗ് റാവത്ത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ട് വിരമിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ മകൻ ജനറൽ ബിപിൻ റാവത്ത് 2020 ജനുവരി 1 ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് ചുമതലയേറ്റെടുത്തു. അതിനു മുമ്പ് അദ്ദേഹം ആർമിയുടെ ചീഫ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം ഇന്നലെ ഡൽഹി കന്റോൺമെന്റിലെ ബ്രാഡ് സ്ക്വയറിൽ വെച്ചായിരുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JDS കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. സരയു നഹർ നാഷണൽ പ്രൊജക്ട് ഫോർ ഇറിഗേഷൻ benefiting 29 lakh farmers in over 6,200 villages is inaugurating on 11th December is in which state? 6200 ഗ്രാമങ്ങളിലെ 29 ലക്ഷം കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ജലസേചനത്തിനുള്ള സരയു നഹർ ദേശീയ പദ്ധതി ഡിസംബർ 11 ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ഡിസംബർ 11 ഉത്തർപ്രദേശിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സരയു നഹർ നാഷണൽ പ്രൊജക്ട് ഫോർ ഇറിഗേഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. 6200 ഗ്രാമങ്ങളിലെ 29 ലക്ഷം കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി 2016 പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ കീഴിൽ കൊണ്ടുവന്നു. സരയു നഹർ നാഷണൽ പ്രൊജക്ട് നിർമ്മിച്ചത് മൊത്തം 9800 കോടിയിലധികം ചിലവിട്ടാണ്. 4600 കോടിയിലധികം കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ പരമാവധി ഉപയോഗം ഉറപ്പിക്കാൻ 5 നദികളെ ഖക്കര, സരയു, റെപ്തി, ബഗംഗ, രോഹിണി എന്നിവ പരസ്പരം ബന്ധിപ്പിക്കുന്നതും ഈ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. Who from India has honored with the Royal Gold Medal 2022, the world highest honor for architecture? വാസ്തുവിദ്യയ്ക്കുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ റോയൽ ഗോൾഡ് മെഡൽ 2022 നൽകി ഇന്ത്യയിൽ നിന്ന് ആദരിക്കപ്പെട്ടത് ആരാണ്? ബാലകൃഷ്ണ ദോഷി. 94 വയസ്സുള്ള ബാലകൃഷ്ണ ദോഷിക്ക് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ബഹുമതിയായിട്ടുള്ള റോയൽ ഗോൾഡ് മെഡൽ 2022 നൽകി ആദരിച്ചു.
ഏതാണ്ട് ഇന്ത്യയിൽ 100ഓളം വലിയ വലിയ പ്രൊജക്ട്സുകൾ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയാണ് ബാലകൃഷ്ണ ദോഷി. ഈ അവാർഡ് കൂടാതെ ഇദ്ദേഹത്തിന് പ്രിറ്റ്സ്കർ അവാർഡ് കൂടി ലഭിച്ച വ്യക്തിയാണ്. Which is India's 47 Ramsar site have been added to the list of Indian wetlands of international importance? അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഇന്ത്യൻ തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയുടെ 47ാം റംസാർ സൈറ്റ് ഏതാണ്? ഹൈദർപൂർ വെറ്റ്ലാൻഡ്. ഇന്ത്യയിൽ ഇപ്പോൾ 47ാമത്തെ തണ്ണീർത്തടമാണ് ഹൈദർപൂർ വെറ്റ്ലാൻഡ്. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഇന്ത്യൻ തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30ലധികം ഇനം സസ്യങ്ങൾ, 102 ജലപക്ഷികൾ ഉൾപ്പെടെ 300ലധികം ഇനം പക്ഷികൾ, 40ലധികം മത്സ്യങ്ങൾ, 10ലധികം സസ്തനികൾ എന്നിവ ഈ തടാകത്തിലുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ 6908 ഹെക്ടർ വിസ്തൃതിയിലാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഹൈദർപൂർ തണ്ണീർത്തടം. According to the World Malaria Report 2021, what is the number of malaria deaths in 2020? ലോക മലേറിയ റിപ്പോർട്ട് 2021 അനുസരിച്ച് 2020 മലേറിയ മരണങ്ങളുടെ എണ്ണം എത്ര? 6.27 lakh മലേറിയ ഡെത്ത്സ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആയിട്ടുള്ള വേൾഡ് മലേറിയ റിപ്പോർട്ട് 2021 അനുസരിച്ച് ലോകത്ത് 241 മില്യൺ മലേറിയ കേസുകൾ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 6,27,000 മലേറിയ ഡെത്ത്സ് ആണ് 2020 സംഭവിച്ചത്. ഇത് 2019 അപേക്ഷിച്ച് 2020 ഏകദേശം 14 ലക്ഷം കൂടുതൽ കേസുകളും 69,000 മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. സബ്-സഹാറൻ ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ മലേറിയ ഭാരം വഹിക്കുന്നത്. 2020 മലേറിയ കേസുകളിൽ 95% മരണങ്ങളിൽ 96% സംഭവിച്ചിട്ടുള്ളത് സബ്-സഹാറൻ ആഫ്രിക്കയിലാണ്. 5 വയസ്സിന് താഴെയുള്ള 80% കുട്ടികളാണ് മരിച്ചത്. Who won the gold medal in the men's 67 kg category at the Commonwealth Weightlifting Championship 2021? 2021 കോമൺവെൽത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 67 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ജെറമി ലാൽ റിന്നുങ്ക. 2021 ഡിസംബർ 10 താഷ്കന്റിൽ നടന്ന കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ 67 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹൻ താരം ജെറമി ലാൽ റിങ്ക സ്വർണം കരസ്ഥമാക്കി. 2018 യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ഇദ്ദേഹം. കൂടാതെ ഇതേ മത്സരത്തിൽ ഗുരുരാജ 61 കിലോഗ്രാം കാറ്റഗറിയിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. Who won the 2021 FIDE World Chess Championship on 10th December 2021? 2021 ഡിസംബർ 10 നടന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആരാണ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്? ഗ്രാൻഡ് മാസ്റ്റർ മാഗ്നസ് കാൽസൺ. 2021 ഡിസംബർ 10 ഗ്രാൻഡ് മാസ്റ്റർ കാൽസൺ റഷ്യയുടെ നെംപൊം നിയാച്ചിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. കാൽസൺ നോർവീജിയൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ്. കൂടാതെ ഇപ്പോഴത്തെ വേൾഡ് ചെസ് ചാമ്പ്യനും വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യനും വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യനും കൂടിയാണ് ഗ്രാൻഡ് മാസ്റ്റർ മാഗ്നസ് കാൽസൺ. ഇയൻ അലക്സാൻഡ്രോവിച്ച് നെപ്പോനിയാച്ചി റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ്. Which space agency has launched an X-ray observatory to unlock secrets of the black hole and other mysterious objects? ഏത് ബഹിരാകാശ ഏജൻസിയാണ് തമോദ്വാരത്തിന്റെയും മറ്റ് നിഗൂഢ വസ്തുക്കളുടെയും രഹസ്യങ്ങൾ അൺലോക്ക് ചെയ്യാൻ എക്സ്റേ ഒബ്സർവേറ്ററി ആരംഭിച്ചത്? നാസ. 2021 ഡിസംബർ 9 US സ്പേസ് ഏജൻസി നാസ എക്സ്റേ മിഷൻ ലോഞ്ച് ചെയ്തു. ഇത് പ്രധാനമായിട്ടും ബ്ലാക്ക് ഹോളിലെ മറ്റ് നിഗൂഢ വസ്തുക്കളുടെയും രഹസ്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ പ്രൊജക്ട് നാസയും ഇറ്റാലിയൻ സ്പേസ് ഏജൻസി സംയുക്തമായിട്ടാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ ഇസ് ദ പേഴ്സൺ അലോങ് വിത്ത് PV സിന്ധു സൈൻഡ് ആസ് ദി ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഡിസ്നി ബൈജൂസ്
ഏർലി ലേൺ ആപ്പ് ഫോർ 2 years. 2 വർഷത്തേക്ക് ഡിസ്നി ബൈജൂസ് ലേൺ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി PV സിന്ധുവിനോടൊപ്പം ഒപ്പിട്ട വ്യക്തി ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.